നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സേനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. ഒന്നാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറ്റന്നാൾ പുറപ്പെടുവിക്കും. 21 സംസ്ഥാനങ്ങളിലെ 102 മണ്ഡലങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ്. പ്രധാനമന്ത്രി ഇന്ന് കോയമ്പത്തൂരിൽ റോഡ് ഷോയിൽ പങ്കെടുത്തു. NDA പ്രചാരണത്തിനായി അദ്ദേഹം നാളെ പാലക്കാടെത്തും. സംസ്ഥാനത്ത് പ്രചാരണ പ്രവർത്തനങ്ങൾ സജീവമാക്കി LDFും UDFും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി 6 സംസ്ഥാനങ്ങളിലെ ആഭ്യന്തര സെക്രട്ടറിമാരെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തൽസ്ഥാനത്ത് നിന്നും നീക്കി. ഇലക്ടറൽ ബോണ്ടുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും മാർച്ച് 21-നകം വെളിപ്പെടുത്താൻ SBIക്ക് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. ഈ വർഷത്തെ സരസ്വതി സമ്മാൻ പുരസ്കാരം കവി പ്രഭാവർമ്മയ്ക്ക്. രൗദ്ര സ്വാത്വികം എന്ന കൃതിക്കാണ് പുരസ്കാരം. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള പ്രചാരണം രാജ്യത്ത് ഊർജിതമായി. ഒന്നാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറ്റന്നാൾ പുറപ്പെടുവിക്കും. 21 സംസ്ഥാനങ്ങളിലെ 102 മണ്ഡലങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ്. ബീഹാർ ഒഴികെയുള്ള സംസ്ഥാനങ്ങളിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഈ മാസം 27 വരെയാണ്. പത്രികയുടെ സൂക്ഷ്മ പരിശോധന 28-ന് നടക്കും. പത്രികകൾ 30 വരെ പിൻവലിക്കാവുന്നതാണ്. ബീഹാറിൽ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി 20 വരെയും സൂക്ഷ്മ പരിശോധന 30-നുമാണ്. ഏപ്രിൽ 19-നാണ് ഒന്നാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള വോട്ടെടുപ്പ്. പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി തെലങ്കാനയിലും കർണാടകയിലും തമിഴ്നാട്ടിലും ഇന്ന് NDA തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളെ അഭിസംബോധന ചെയ്തു. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ NDAയ്ക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്ന് അദ്ദേഹം തെലങ്കാനയിലെ ജഗത്യാലിൽ പറഞ്ഞു. കോൺഗ്രസിനും BRSനുമെതിരെ അദ്ദേഹം രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. കർണാടകയിലെ ശിവമോഗയിൽ നടന്ന പൊതുയോഗത്തിലും തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ നടന്ന റോഡ് ഷോയിലും ശ്രീ മോദി പങ്കെടുത്തു. BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീണ്ടും സംസ്ഥാനത്തെത്തും. പാലക്കാട് നഗരത്തിൽ പ്രധാനമന്ത്രി റോഡ് ഷോ നടത്തും. രാവിലെ 10 മണിയോടെ ആരംഭിക്കുന്ന റോഡ് ഷോയുടെ ഭാഗമായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യ കേരള സന്ദർശനമാണിത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി അടുത്തയാഴ്ച വയനാട്ടിലെത്തും. 3 മുന്നണികളിലെയും മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ പഴുതടച്ച പ്രചാരണ പരിപാടികളുമായി രംഗത്തുണ്ട്. കണ്ണൂരിലെ UDF സ്ഥാനാർത്ഥി K സുധാകരൻ മട്ടന്നൂരിൽ പ്രചാരണത്തിനെത്തി. തൃശൂർ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ നഗരത്തിലെ വിവിധയിടങ്ങളിൽ പ്രചാരണം നടത്തി. ആറ്റിങ്ങൽ NDA സ്ഥാനാർത്ഥി V മുരളീധരൻ വാമനപുരം, നെടുമങ്ങാട് എന്നിവിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ പങ്കെടുത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി 6 സംസ്ഥാനങ്ങളിലെ ആഭ്യന്തര സെക്രട്ടറിമാരെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തൽസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്തു. ഗുജറാത്ത്, ഉത്തർപ്രദേശ്, ബീഹാർ, ഝാർഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലെ ഹോം സെക്രട്ടറിമാരെയാണ് മാറ്റിയത്. മിസോറാം, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിലെ ജനറൽ അഡ്മിനിസ്ട്രേറ്റീവ് വകുപ്പ് സെക്രട്ടറിമാരെയും മാറ്റി. കൂടാതെ ബ്രിഹൻ മുംബൈ മുനിസിപ്പൽ കമ്മീഷണറെയും അഡീഷണൽ കമ്മീഷണർമാരെയും ഡെപ്യൂട്ടി കമ്മീഷണർമാരെയും നീക്കം ചെയ്യാനും കമ്മീഷൻ ഉത്തരവിട്ടു. പശ്ചിമ ബംഗാൾ പോലീസ് മേധാവി രാജീവ് കുമാറിനെ തൽസ്ഥാനത്ത് നിന്നും നീക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പശ്ചിമ ബംഗാൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പുമായി ബന്ധമില്ലാത്ത തസ്തികയിലേക്ക് മാറ്റാനുള്ള നിർദ്ദേശത്തെ തുടർന്ന് അദ്ദേഹത്തെ IT ആൻഡ് ഇലക്ട്രോണിക്സ് വകുപ്പിലേക്ക് മാറ്റി. വിവേക് സഹായാണ് പുതിയ DGP. ഏപ്രിൽ 19-ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ പശ്ചിമ ബംഗാളിൽ വോട്ടെടുപ്പ് നടക്കും. സംസ്ഥാനത്ത് 7 ഘട്ടങ്ങളിലായാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുക. ഇലക്ടറൽ ബോണ്ടുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും മാർച്ച് 21-നകം വെളിപ്പെടുത്താൻ SBIക്ക് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. ബോണ്ട് വാങ്ങിയവരെയും സ്വീകരിച്ച രാഷ്ട്രീയ പാർട്ടിയെയും ബന്ധിപ്പിക്കുന്ന തിരിച്ചറിയൽ നമ്പർ അടക്കം വെളിപ്പെടുത്തണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വിവരങ്ങൾ സമ്പൂർണ്ണമായും വെളിപ്പെടുത്തണമെന്ന കാര്യത്തിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയ്ക്ക് ഒരു സംശയത്തിന്റെയും ആവശ്യമില്ലെന്നും ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് വ്യക്തമാക്കി. എല്ലാ വിവരങ്ങളും വെളിപ്പെടുത്തിയെന്ന സത്യവാങ്മൂലം മാർച്ച് 21-ന് വൈകുന്നേരം 5 മണിക്ക് മുൻപ് സമർപ്പിക്കണമെന്നും SBI ചെയർമാനോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന X ഹാൻഡിലും സന്ദർശിക്കാം. രാജ്യത്തെ ഉന്നത സാഹിത്യ പുരസ്കാരങ്ങളിലൊന്നായ സരസ്വതി സമ്മാൻ പുരസ്കാരം കവി പ്രഭാവർമ്മയ്ക്ക്. രൗദ്ര സാത്വികം എന്ന കൃതിക്കാണ് പുരസ്കാരം. KK ബിർള ഫൗണ്ടേഷനാണ് പുരസ്കാരം നൽകുന്നത്. 15 ലക്ഷം രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. നീണ്ട 12 വർഷങ്ങൾക്ക് ശേഷമാണ് മലയാള സാഹിത്യത്തെ തേടി ഈ അംഗീകാരം എത്തുന്നത്. പുരസ്കാര നേട്ടത്തിൽ പ്രഭാവർമ്മയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിനന്ദിച്ചു.
കേരളത്തിനാകെ അഭിമാനം പകരുന്ന നേട്ടമാണിതെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി മലയാള സാഹിത്യത്തിന് ഇനിയുമേറെ സംഭാവനകൾ നൽകാൻ പ്രഭാവർമ്മയ്ക്ക് സാധിക്കട്ടെയെന്നും ആശംസിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് US പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനുമായി ഇന്ന് ടെലിഫോണിൽ ചർച്ച നടത്തി. രണ്ട് മന്ത്രിമാരും ഉഭയകക്ഷി പ്രാദേശിക സുരക്ഷ, പ്രതിരോധ സഹകരണം തുടങ്ങിയ വിഷയങ്ങളെ സംബന്ധിച്ച് ആശയങ്ങൾ പങ്കുവച്ചു. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ കടൽക്കൊള്ള വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ ഇന്ത്യൻ നാവികസേന വഹിക്കുന്ന പങ്കിനെ US പ്രതിരോധ സെക്രട്ടറി അഭിനന്ദിച്ചു. ബീഹാറിൽ NDAയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സീറ്റ് വിഭജനം പൂർത്തിയായി. ആകെയുള്ള 40 സീറ്റുകളിൽ BJP 17 സീറ്റുകളിലും JDU 16 സീറ്റുകളിലും ലോക് ജനശക്തി പാർട്ടി 5 സീറ്റുകളിലും മത്സരിക്കും. മുൻ മുഖ്യമന്ത്രി ജിതൻ റാം മാഞ്ചിയുടെ നേതൃത്വത്തിലുള്ള ഹിന്ദുസ്ഥാനി അവാമി മോർച്ചയും ഉപേന്ദ്ര കുശ്വാഹയുടെ രാഷ്ട്രീയ ലോക് മോർച്ചയും സംസ്ഥാനത്ത് ഓരോ സീറ്റിലായിരിക്കും മത്സരിക്കുക. മുസ്ലിം കോൺഫറൻസ് ജമ്മു ആൻഡ് കശ്മീർ ഭാട്ട് സംജി വിഭാഗങ്ങളെ നിയമവിരുദ്ധ സംഘടനകളായി പ്രഖ്യാപിക്കുന്നതിന് മതിയായ കാരണങ്ങളുണ്ടോ എന്ന് തീർപ്പാക്കാൻ കേന്ദ്ര സർക്കാർ UAP ട്രൈബ്യൂണൽ രൂപീകരിച്ചു. ഡൽഹി ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് നീന ബൻസാൽ കൃഷ്ണ ഉൾപ്പെടെയുള്ളവർ ട്രൈബ്യൂണലിന്റെ ഭാഗമാണ്. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമപ്രകാരം കഴിഞ്ഞ മാസം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇരുവിഭാഗങ്ങളെയും നിയമവിരുദ്ധ സംഘടനകളായി പ്രഖ്യാപിച്ച് 5 വർഷത്തേക്ക് നിരോധിച്ചിരുന്നു. ജമ്മു കാശ്മീരിനെ ഇന്ത്യയിൽ നിന്നും വേർപെടുത്താൻ സംഘടനകൾ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടെന്നായിരുന്നു മന്ത്രാലയത്തിന്റെ കണ്ടെത്തൽ. രാജ്യത്ത് ഡെങ്കിപ്പനി കേസുകളുടെ എണ്ണം ഗണ്യമായി വർദ്ധിക്കുകയാണെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. കഴിഞ്ഞ വർഷം രാജ്യത്ത് 3 ലക്ഷം ഡെങ്കിപ്പനി കേസുകൾ രജിസ്റ്റർ ചെയ്തതായും 339 മരണങ്ങൾ സ്ഥിരീകരിച്ചതായും അഡീഷണൽ സെക്രട്ടറി ലാംചോങ് ഗോയ് സ്വീറ്റി ചാങ്സൺ പറഞ്ഞു. ന്യൂഡൽഹിയിൽ നടന്ന ഡെങ്കി കോൺക്ലേവിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ദ്രുതഗതിയിലുള്ള നഗരവൽക്കരണവും കാലാവസ്ഥാ വ്യതിയാനവും ഡെങ്കിപ്പനിക്കെതിരായ പോരാട്ടത്തെ ദുഷ്കരമാക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയ അവർ ഡെങ്കിപ്പനിക്കെതിരായ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും വിശദീകരിച്ചു. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. 10 ജില്ലകളിൽ ഈ മാസം 20 വരെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. പാലക്കാട്, കൊല്ലം ജില്ലകളിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, കോട്ടയം, പത്തനംതിട്ട, തൃശൂർ ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം, എറണാകുളം, കണ്ണൂർ ജില്ലകളിൽ താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ഏപ്രിൽ 6-ന് ഓസ്ട്രേലിയയിലെ പെർത്തിൽ ആരംഭിക്കുന്ന ഹോക്കി ടൂർണമെന്റിനുള്ള 27-അംഗ ഇന്ത്യൻ പുരുഷ ടീമിനെ പ്രഖ്യാപിച്ചു. 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഹർമൻപ്രീത് സിംഗ് ആണ് ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത്. ടൂർണമെന്റിലെ 2ാമത്തെ മത്സരം ഏപ്രിൽ 7-നും തുടർന്നുള്ള മത്സരങ്ങൾ ഏപ്രിൽ 10, 12, 13 തീയതികളിലും നടക്കും. ഇന്ദിരാഗാന്ധി നാഷണൽ സെന്റർ ഫോർ ആർട്സിന്റെ 37ാമത് സ്ഥാപക ദിനം നാളെ മുതൽ ന്യൂഡൽഹിയിൽ ആഘോഷിക്കും. 3 ദിവസത്തെ പരിപാടിയിൽ ശാസ്ത്രീയ സംഗീതം, ഉപകരണ സംഗീതം, നൃത്തം, ശില്പശാലകൾ എന്നിവ ഉൾപ്പെടെ വിവിധ പരിപാടികൾ നടക്കും. വൈകുന്നേരം 5 മണി മുതൽ പരിപാടിയിലേക്ക് പ്രവേശനം അനുവദിക്കും. പ്രവേശനം സൗജന്യമാണ്. ഇന്ത്യ സീഷെൽസ് സംയുക്ത സൈനിക അഭ്യാസമായ ലെമിതിയയുടെ 10ാം പതിപ്പ് സീഷെൽസ് സൈനിക അക്കാദമിയിൽ ഇന്ന് ആരംഭിച്ചു. ഈ മാസം 27 വരെയാണ് സംയുക്ത സൈനിക അഭ്യാസം നടക്കുന്നത്. അത്യാധുനിക ഉപകരണങ്ങളുടെ പ്രദർശനവും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും നേരിടുന്ന ഭീഷണികളെ നിർവീര്യമാക്കുന്നതിനുള്ള തന്ത്രപരമായ നടപടികളെ പരിപാടിയിലൂടെ അഭിസംബോധന ചെയ്യും. ശബരിമലയിൽ 3ാം ഉത്സവ ദിനമായ ഇന്ന് ഉത്സവ ബലി ചടങ്ങുകൾ നടന്നു. 24-ന് ശരംകുത്തിയിലേക്ക് പള്ളിവേട്ട എഴുന്നള്ളത്ത് നടക്കും. പൈങ്കുനി ഉത്രം നാളായ 25-ന് ഉച്ചയ്ക്ക് 11:30-നാണ് പമ്പയിൽ ആറാട്ട് നടക്കുക. ഉത്സവത്തോടനുബന്ധിച്ച് ദിവസവും കുടിമര ചുവട്ടിലും ആറാട്ട് ദിനമായ 25-ന് പമ്പയിലും പറ വഴിപാട് നടത്താനാകുമെന്ന് ദേവസ്വം അധികൃതർ അറിയിച്ചു. പത്തനംതിട്ട ജില്ലയിൽ ചിക്കൻ പോക്സ് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. വേരിസെല്ല സോസ്റ്റർ എന്ന വൈറസാണ് ചിക്കൻ പോക്സിന് കാരണമാകുന്നത്. ചിക്കൻ പോക്സ് മൂലമുണ്ടാകുന്ന കുമിളകളിലെ ദ്രവങ്ങളിലൂടെയും രോഗബാധയുള്ളവർ ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും മറ്റും തെറിക്കുന്ന കണങ്ങളിലൂടെയും അണുബാധ പകരാം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 105 പോയിന്റ് ഉയർന്ന് 72,748-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 32 പോയിന്റ് നേട്ടത്തിൽ 22,056-ലും വ്യാപാരം അവസാനിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. 1ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറ്റന്നാൾ പുറപ്പെടുവിക്കും. 21 സംസ്ഥാനങ്ങളിലെ 102 മണ്ഡലങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ്. പ്രധാനമന്ത്രി ഇന്ന് കോയമ്പത്തൂരിൽ റോഡ് ഷോയിൽ പങ്കെടുത്തു. NDA പ്രചാരണത്തിനായി അദ്ദേഹം നാളെ പാലക്കാടെത്തും. സംസ്ഥാനത്തെ പ്രചാരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി LDFും UDFും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി 6 സംസ്ഥാനങ്ങളിലെ ആഭ്യന്തര സെക്രട്ടറിമാരെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തൽസ്ഥാനത്ത് നിന്നും നീക്കി. ഇലക്ടറൽ ബോണ്ടുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും മാർച്ച് 21-നകം വെളിപ്പെടുത്താൻ SBIക്ക് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. ഈ വർഷത്തെ സരസ്വതി സമ്മാൻ പുരസ്കാരം കവി പ്രഭാവർമ്മയ്ക്ക്. രൗദ്ര സാത്വികം എന്ന കൃതിക്കാണ് പുരസ്കാരം.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.